ഓർക്കേണ്ടവർ നമ്മെ ഓർത്തില്ലേലും പരിഗണിക്കേണ്ടവർ നമ്മെ പരിഗണിച്ചില്ലേലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയരെ, ഈ പകലിലും നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ ഓർക്കേണ്ടവർ ഓർത്തില്ലേലും നമ്മെ പരിഗണിക്കേണ്ടവർ പരിഗണിച്ചില്ലേലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതവസ്ഥയിലും നമ്മെ കൈവിടാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകൽ നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 132 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. പ്രിയരെ, എന്ത് ആഴമുള്ള പദങ്ങളാണ്, എന്ത് ആഴമുള്ള വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സങ്കീർത്തനക്കാരൻ അവിടെ ഒരു പ്രാർത്ഥന പോലെ, ഒരു യാചന പോലെ, ഒരു അഭ്യർത്ഥന പോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വാക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ മുൻപാകിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കും ഇതുപോലെ ഒട്ടനവധി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ കഴിയും. ഒരുപക്ഷെ പല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് തളർന്നു പോയവരായിരിക്കാം ഈ ശബ്ദം കേൾക്കുന്നത്. ഈ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇന്നിൻ്റെ ജീവിതം എന്തായിത്തീരുമെന്ന ആകുലതയോടെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, നാളെ എന്തെന്നറിയാതെ, ഇന്ന് പകൽക്കാലം എന്തു ചെയ്യുമെന്നറിയാതെ, ഒരു നന്മയും കാണാൻ കഴിയാതെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി വാതിലുകൾ മുട്ടി, ഒത്തിരി കരഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. കുഞ്ഞേ, നിന്റെ പ്രാർത്ഥന കേൾക്ക മാത്രമല്ല, അവൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: യഹോവേ, ദാവീദിനെയും ഇവൻ്റെ സകല കഷ്ടതയും ഓർക്കണമേ. നോർമലി നമ്മളെല്ലാവരും പറയുന്ന കർത്താവേ എന്നെ ഒന്ന് ഓർക്കണമെന്നാണ്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദാവീദിനെയും അവൻ്റെ കഷ്ടതയും ഓർക്കണമേ. ഈ പ്രഭാതത്തിൽ ആരോടെന്നറിയില്ല, ദൈവാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. എൻ്റെ ദൈവം ഈ പകൽക്കാലം നിന്നെ മാത്രമല്ല, നിന്റെ കഷ്ടതയും ഓർക്കുന്ന പകലാണ്. ആരൊക്കെ ഓർക്കാമെന്ന് പറഞ്ഞ്, ആരൊക്കെ കൂടെ കാണുമെന്ന് പറഞ്ഞ്, ഏതൊക്കെ മധുരവാക്കുകൾ കേട്ട് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, എൻ്റെ കൂടാരത്തിനകത്തൊരു അനർത്ഥം വന്നു കഴിഞ്ഞാൽ, എൻ്റെ തലമുറയ്ക്കകത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിനോ സഭയ്ക്കോ എൻ്റെ ശുശ്രൂഷയ്ക്കോ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്നെ ഓർക്കാൻ ചിലരൊക്കെ ഉണ്ടെന്ന് കരുതിയ ഇന്നലകളില്ലായിരുന്നോ? ഏത് പ്രതിസന്ധിയിലും എന്നെ കൈവിടത്തില്ലെന്നും, ഏത് പ്രതികൂലത്തിലും അവരെന്നെ മറക്കത്തില്ലെന്നും, എപ്പോഴും എന്നെ ഓർക്കുകയും എനിക്ക് വേണ്ടി കരുതുകയും ചെയ്യുമെന്ന് കരുതി നാം കരുതിയ പലരും നമ്മെ ഓർക്കാതിരിക്കുമ്പോൾ, നമ്മെ മറന്നു പോകുമ്പോൾ, നമ്മെ കണ്ടിട്ടും കാണാതെ ഒരു വഴിപോക്കനെ പോലെ മറന്ന് നമ്മുടെ മുൻപിൽ നടന്നു പോകുമ്പോൾ, ഈ പ്രഭാതത്തിൽ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് പറയണം: കർത്താവേ, എന്നെ ഒന്ന് ഓർക്കണമേ. എന്നെ ഓർത്താൽ പോരെ, എൻ്റെ കഷ്ടതയും കൂടെ എൻ്റെ ദൈവമേ നീ ഒന്ന് ഓർക്കണമേ. ദൈവം ഓർത്താൽ നമ്മുടെ വിഷയങ്ങൾക്ക് ഈ പകൽക്കാലം പരിഹാരമുറപ്പാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, ഏതൊക്കെ പേപ്പർ വർക്കുകൾ ബ്ലോക്കായി പോയ, നന്മ കൊടുത്തു പക്ഷേ
പ്രതീക്ഷിച്ച റിസൾട്ട് വന്നില്ല, ലഭിക്കേണ്ട പേപ്പർ ലഭിച്ചില്ല, എവിടെയൊക്കെ സ്റ്റക്കായിപ്പോയ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ വചനം ആഴമായി ചലിക്കുന്നൊരു പകലാണ്. ആഴമായി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകലാണ്. വിശ്വസിക്ക്, ഈ പകൽക്കാലം ആരും നിന്നെ ഓർത്തില്ലേലും ഓർക്കുന്നൊരു ഉടയവനുണ്ട്, ഓർക്കുന്നൊരു സ്വർഗമുണ്ട്. ദൈവം നിന്നെ ഓർത്താൽ ഉലകത്തിൽ ആരും നിന്നെ ഓർത്തില്ലേലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് സങ്കീർത്തനക്കാരന് നന്നായി അറിയാം, ദാവീദിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ദാവീദ് കണ്ണുനീരോടെ പറയുകയാണ്, കർത്താവേ, യഹോവേ, ദാവീദിനെയും അവൻ്റെ കഷ്ടതയും ഓർക്കണമേ. ഓർക്കേണ്ടവരെല്ലാം ഓർക്കാതിരിക്കുമ്പോൾ, സ്വന്തം അപ്പനും അമ്മയും പോലും ദാവീദിനെ ഉപേക്ഷിക്കുമ്പോൾ, ചേർത്ത് പിടിക്കേണ്ടവരും കരുതേണ്ടവരും ദാവീദിനെ ഉപേക്ഷിക്കുമ്പോൾ, ദാവീദ് പറയുക, സ്വർഗമേ, നീ എന്നെ ഒന്ന് ഓർക്കണമേ. മറ്റൊരു സങ്കീർത്തന ഭാഗത്തിനകത്ത് ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, ഓ ലോർഡ് റിമെമ്പർ മീ, ഓ ലോർഡ് റിമെമ്പർ മീ. സ്വർഗമേ, ദൈവമേ, എന്നെ ഒന്ന് ഓർക്കണമേ. അവിടെ തന്നെ ഒന്ന് ഓർക്കണമെന്ന് പറയുമ്പോൾ, നാം വായിച്ച വചനത്തിനകത്ത് ദാവീദ് പറയുക, എന്നെയും എൻ്റെ കഷ്ടതകളെയും ഒന്ന് ഓർക്കണമേ. ആരോടും പറയാൻ കഴിയാത്ത, സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഏതൊക്കെ തകർച്ചകൾ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വെളിപ്പെട്ട് ഞെരുങ്ങുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിക്കകത്ത് സംഭവിച്ചത്, എൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടത്, എൻ്റെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെട്ടത്, പുറത്തു പോലും പറയാൻ കഴിയാത്ത വലിയ കഷ്ടതയുടെ ആഴത്തിൽ ഇറങ്ങിപ്പോയ ഏതെങ്കിലും മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവം നിന്നെ ഓർക്കുന്ന പകലാണ്. അങ്ങനെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സ്നേഹിതരായിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം അവർക്ക് അയച്ചു കൊടുക്കണം. അവരെ ഈ പകൽക്കാലം സ്വർഗം ഓർക്കുന്ന പകലാണ്. സ്വർഗം അവർക്ക് വേണ്ടി കരുതുന്ന പകലാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന പകലാണ്. പ്രിയരെ, നമ്മുടെ കഷ്ടത ഓർക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. നമ്മുടെ വേദന കാണുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. നമുക്ക് നന്മയുള്ളപ്പോൾ, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് ലഭിക്കുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ള കാലത്ത്, നമ്മിൽ നിന്ന് എന്തെങ്കിലും ഗുണം അവർക്ക്, ലാഭം അവർക്കുണ്ടാകാൻ കഴിയുമെന്ന് അവർ നനയ്ക്കുന്ന സമയത്ത് മാത്രമേ മനുഷ്യൻ നമ്മെ ഓർക്കത്തുള്ളൂ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ നിൻ്റെ ലാഭം കണ്ട് നിന്നെ ഓർക്കുമ്പോൾ, നിൻ്റെ വേദനയുടെ നടുവിൽ, നിൻ്റെ കഷ്ടതയുടെ നടുവിൽ നിന്നെ ഓർക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന ദൈവമാണ്. അത് ദാവീദിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നേ, കർത്താവേ, എന്നെ മാത്രമല്ല എൻ്റെ കഷ്ടതയും കൂടെ നീ ഒന്ന് ഓർക്കണമേ, എൻ്റെ വേദനയും കൂടെ നീ ഒന്ന് ഓർക്കണമേ. ഞാനിന്ന് കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മരണകരമായ അപാതകളുടെ നടുവിൽ നീ എന്നെ ഒന്ന് ഓർക്കണേ. ഞാനിന്ന് കടന്നു പോകുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ നടുവിൽ നീ എന്നെ ഒന്ന് ഓർക്കണമേ. ഞാനിന്ന് കടന്നു പോകുന്ന അനാരോഗ്യത്തിൻ്റെ നടുവിൽ, ഈ രോഗത്തിൻ്റെ നടുവിൽ നീ എന്നെ ഒന്ന് ഓർക്കണമേ. ആടി ഉലയുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ മേഖലകളിൽ, സ്വർഗമേ, നീ എന്നെ ഒന്ന് ഓർക്കണമേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഈ പ്രഭാതം ദൈവം അങ്ങനെയുള്ള ചിലതിനെ ഓർക്കുന്ന പകല, അങ്ങനെ വേദനിക്കുന്ന ചിലതിനെ ചേർത്ത് പിടിക്കുന്ന പകല, ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ നിലവാരങ്ങളിൽ നിന്നെയും നിന്റെ കൂടാരത്തെയും ചേർത്ത് പിടിക്കുന്ന പകല. വിശ്വസിക്ക്, വിശ്വസിക്ക്.
ആരും നിന്നെ ഓർത്തില്ലേലും നിന്നെ ഓർക്കുന്നൊരുടയവനുണ്ട്. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പേരെ ദൈവം ഓർത്തതായി കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ദൈവം നോഹയും അവൻ്റെ കൂടെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തു. ആരെ? ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ദൈവം ഓർക്കുക. 120 വർഷം എനിക്ക് വേണ്ടി പ്രസംഗിച്ചു, വേറെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, ഈ പെട്ടകം പൂർത്തീകരിക്കുമ്പോൾ ആ പെട്ടകത്തിനകത്ത് ഞാനും എൻ്റെ കുടുംബവും കയറും. നിന്ദകൾ, അപമാനങ്ങൾ, കുത്തുവാക്കുകൾ, ഞെരുക്കങ്ങൾ, ജീവിതം പോലും മടുത്തു പോകുന്ന സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവം കൊടുത്ത ശുശ്രൂഷ, ദൈവം പറഞ്ഞ ദൗത്യം അവൻ വേണ്ടാന്ന് വയ്ക്കാതെ വിശ്വസ്തയോടെ ദൈവിക പദ്ധതിക്കകത്ത് നിന്നവൻ ആ പെട്ടകത്തിനകത്ത് നോഹയും തൻ്റെ കുടുംബത്തെയും ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ സകലവിധ മൃഗങ്ങളെയും കയറ്റിയിട്ട് ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ അധോഭാഗങ്ങൾ തുറന്നു. ജലമുയർന്നപ്പോൾ അവനായിരിക്കുന്ന പെട്ടകം ഉലയുകയാണ്. ഏതൊക്കെ കൂടാരങ്ങൾ ഉലയുകയാണ്. ആരൊക്കെ ഈ പകൽക്കാലം പറയുക, ദൈവദാസനെ എൻ്റെ ജീവിതം ഉലയുകയാ, ദൈവദാസനെ എൻ്റെ ഭാവി ഉലയുകയാ, എൻ്റെ വിദ്യാഭ്യാസം ഉലയുകയാ. ഭൂമിയിലാണോ എന്ന് ചോദിച്ചാലല്ല, സ്വർഗത്തിലാണോ എന്ന് ചോദിച്ചാലല്ല, താഴെ ഭൂമിക്കും ആകാശത്തിന് നടുവിൽ ഉലയുകയാണ്. ഒന്നുറച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മുൻപ് വെളിപ്പെട്ട ഏതൊക്കെ പ്രതിസന്ധികൾ നിന്നെ ഉലയ്ക്കുകയാണ്. പക്ഷെ വചനം പറയുന്നു, ആ ഉലയുന്ന പെട്ടകത്തെ, ആ പെട്ടകത്തിനകത്ത് ഉലയുന്ന ഒരു നോഹേ, ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണോ നീ? എന്തെല്ലാം പ്രതിസന്ധി വന്നിട്ടും ദൈവത്തെ വിട്ടുമാറാത്ത വ്യക്തിയാണോ നീ? എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നിട്ടും ദൈവത്തെ മറന്നു പോകാത്ത വ്യക്തിയാണോ നീ? പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും ഈ ദൈവം വല്ലവനെന്ന് പറഞ്ഞ് ജീവിച്ച വ്യക്തിയാണോ നീ? ജീവിതത്തിൻ്റെ വേദനാജനകമായ നാളുകൾക്കകത്തും ഈ ദൈവത്തെ മുറുകെ പിടിച്ച വ്യക്തിയാണോ നീ? നിന്റെ പെട്ടകം അധികകാലം ഉലയാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. നിന്റെ കുടുംബം അധികകാലം ഉലയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ഭാവി അധികകാലം ഉലയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പ്രിയരെ, നിന്റെ വിദ്യാഭ്യാസം അധികകാലം ഉലയാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ദൈവം നിന്നെ ഓർക്കുന്നൊരു പകലുണ്ട്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നൊരു പകലുണ്ട്. എൻ്റെ ദൈവം നിന്നെ ഉറപ്പിക്കുന്നൊരു പകലുണ്ട്. വിശ്വസിക്ക. ആ പെട്ടകത്തിനകത്ത് ഉലയുന്ന നോഹയും അവൻ്റെ കൂടെയുള്ളവരെയും ദൈവം ഓർത്തു. ഉലയുന്നുണ്ടോ? ഈ പകൽ എൻ്റെ ദൈവം ഓർക്കാൻ പോവുക. ആരെയാ ഓർത്ത്? നോഹയെ മാത്രമല്ല, നോഹയുടെ കൂടെയുള്ളവൻ്റെ കുടുംബത്തെയും ദൈവം ഓർത്തു. നീ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട്, ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിച്ചതുകൊണ്ട് ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. എൻ്റെ ദൈവം നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെ ഓർക്കാൻ പോവുക, നിന്റെ കുടുംബത്തെ ഓർക്കാൻ പോവുക. എൻ്റെ ദൈവം ചിലതിനെ ഉറപ്പിക്കാൻ പോവുക. അതുകൊണ്ടല്ലേ ദാവീദ് പാടിയത്, യഹോവേ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെ ഓർക്കണമേ. ഈ പകൽക്കാലം വിശ്വസിക്ക്. എൻ്റെ ദൈവം നോഹയും അവൻ്റെ കൂടെയുള്ളവരെ ഓർത്തെങ്കിൽ, ഈ പകൽക്കാലം ദാവീദിനെയും അവൻ്റെ കഷ്ടതയെ എൻ്റെ ദൈവം ഓർത്തെങ്കിൽ, ഈ പകൽക്കാലം നിന്നെയും നിൻ്റെ കുടുംബത്തെയും എൻ്റെ ദൈവം ഓർക്കും. നിന്നെയും നിൻ്റെ കൂടെയുള്ളവരെയും ദൈവം ഓർക്കും.
നിന്നെയും നിന്റെ ബിസിനസ്സിനെയും ദൈവം ഓർക്കും. നിന്നെയും നിന്റെ ഭാവിയെയും ദൈവം ഓർക്കും. നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ഓർക്കും. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി കാണാൻ പോവുക. ദൈവം ഓർത്താൽ നീ ഉറയ്ക്കും. ദാവീദേ, ദൈവം ഓർത്താൽ നീ രാജസിംഹാസനത്തിലിരിക്കും. ആരോടൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുക, ദൈവം നിന്നെ ഓർത്താൽ അർഹതയില്ലാത്ത ഭാവികൾ നിനക്ക് വെളിപ്പെടും. അർഹതയില്ലാത്ത ഉയർച്ച നിനക്ക് വെളിപ്പെടും. അർഹതയില്ലാത്ത മാന്യത ദൈവം നിന്റെ കൂടാരത്തിൽ തരും. അർഹതയില്ലാത്ത നിയോഗം നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടും. ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിൻ്റെ ആഴമേറിയ സ്പർശനം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാ. വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. നോഹയെ ഓർത്തവനാണ്, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചവനാണ് അങ്ങ്. ദാവീദിനെയും അവൻ്റെ കഷ്ടതയും ഓർത്തവനാണ് അങ്ങ്. ഈ നിമിഷം ഈ ദൈവ പൈതലിനെയും ഈ കുടുംബത്തെയും അവരായിരിക്കുന്ന രാജ്യത്ത് അവരെ ഓർക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കും. കണ്ണുനീരോടെ കാണുന്ന ചിലതിനെ സ്വർഗമേ പകൽക്കാലം ഓർക്കണമേ. ജീവിതത്തിൻ്റെ ഞെരുക്കത്തിനകത്ത് നിലവിളിയോടെ ശബ്ദം കേൾക്കുന്നവരെ നീ ഓർക്കണമേ. ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപാധികമായി വെളിപ്പെടും. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, ഈ പകൽ ദൈവം നിന്നെ ഓർക്കാൻ പോകുക. ദൈവം ഓർത്താൽ നീ ഉറയ്ക്കും. ദൈവം ഓർത്താൽ നീ ഇരിക്കേണ്ടടുത്ത് ഇരിക്കും. പകൽക്കാലം വിശ്വസിക്കുക. ദൈവദാസനെ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? എൻ്റെ വിഷയം ഇന്നതാണ് എന്ന് ആഴമായി പ്രാർത്ഥന ആഗ്രഹമുള്ളവർ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. എല്ലാ പ്രഭാതത്തിലും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കിതുപോലെയുള്ള സന്ദേശം എല്ലാ പകൽക്കാലവും വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ, Holy Spirit, lead me today. God bless you. Amen.